ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ ചിലവ്. ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്കായി അമേരിക്ക ഇതുവരെ 37.5 ബില്യൺ US$, ഏകദേശം 3.61 ലക്ഷം കോടി രൂപ ചിലവഴിച്ചതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ വ്യക്തമാക്കി. തിങ്കളാഴ്ച സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ വിശദീകരണത്തിലാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സൈനിക നീക്കങ്ങളുടെ ഭീമമായ ചിലവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. സെപ്റ്റംബർ 30 ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന മൊത്തം ചിലവുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പെന്റഗൺ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ $8 ബില്യൺ വർധനവാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൈനിക ചിലവുകൾ പെട്ടെന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ യുദ്ധത്തിനായി കൂടുതൽ തുക വകയിരുത്തിയില്ലെങ്കിൽ US സൈന്യത്തിന്റെ ഭാവി പരിശീലന പരിപാടികൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് പീറ്റ് ഹെഗ്സത്ത് മുന്നറിയിപ്പ് നൽകി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $67 ബില്യൺ വരുന്ന അനുബന്ധ ബജറ്റ് വിഹിതം അടിയന്തരമായി അനുവദിക്കണമെന്ന് പെന്റഗൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ആദ്യം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ അമേരിക്ക പുനരാരംഭിച്ച ശേഷം ഇതാദ്യമായാണ് പ്രതിരോധ ചെലവുകളെ കുറിച്ച് ഔദ്യോഗികമായി കണക്കുകൾ പുറത്തുവിട്ടത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൊതുജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത യുദ്ധവും അതിനായി ചിലവഴിക്കുന്ന കോടാനുകോടി ഡോളറും രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻനിര ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഭരണകൂടത്തിന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയും യുദ്ധം തുടർന്നാൽ യഥാർത്ഥ ചിലവ് ഇതിലും എത്രയോ ഇരട്ടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ US കോൺഗ്രസിലെ ഈ വിഷയം വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനെതിരെ തുടർച്ചയായ 11ാമത്തെ രാത്രിയിലും ശക്തമായ വ്യോമാക്രമണം പൂർത്തിയാക്കിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജൂലൈ 21 രാത്രി 8:15 നടപ്പാക്കിയ ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക പ്രവർത്തന കേന്ദ്രങ്ങൾ, വിമാന ഹാംഗറുകൾ, ഡ്രോൺ സംരംഭങ്ങൾ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങൾ, സമുദ്രശേഷികൾ എന്നിവയാണ് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടത്. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണിയാകാനുള്ള ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രസ്തുത ജലപാതയിലൂടെ കടന്നുപോയ 30-ലധികം വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി കമാൻഡ് ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായ ഇത്തരം നടപടികൾക്കിടയിലും കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്നും മെയ് ആദ്യം മുതൽ ഏകദേശം 900 വാണിജ്യ കപ്പലുകൾക്ക് 450 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുടെയും സുരക്ഷിതമായ ഗതാഗതം അമേരിക്കൻ സൈന്യം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഏപ്രിലിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്ന് ജൂലൈ മുതൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ വീണ്ടും ശക്തമാവുകയായിരുന്നു. സംഘർഷം നിയന്ത്രണാതീതമായി പടരുകയാണെന്ന് സെനറ്റർ പാറ്റി മുറെ ഉൾപ്പെടെയുള്ള ഡെമോക്രാറ്റുകൾ മുന്നറിയിപ്പ് നൽകുകയും യുദ്ധത്തിന്റെ അവസാനത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സംഘർഷത്തിൽ 3 അമേരിക്കൻ സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി അമേരിക്ക അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ജൂലൈ ആരംഭം മുതൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 17ആയും പരിക്കേറ്റവരുടെ എണ്ണം 100-ലധികമായും ഉയർന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.